ഇവരുടെ അച്ഛൻ വരുന്നതും കാത്ത് കട്ട വെയിറ്റിംഗ് ആണ് ഋഷിയും സിയയും. ഈ വെയിറ്റിങ്ങിനുള്ള റീസൺ വേറെ ഒന്നുമല്ല, ആ കാണുന്ന ലഗേജിന്റെ അകത്ത് എന്താ ഉള്ളതെന്നുള്ള അറിയാനുള്ള ക്യൂരിയോസിറ്റിയാണ് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു പറ്റിച്ചിട്ടുള്ളത് ഇത് മൊത്തം നിന്റെ ടോയ്സ് എന്നാണ്. അങ്ങനെ കട്ട വെയിറ്റിംഗിലിരുന്ന ഇവർക്ക് അടിപൊളി പണിയും കൊടുത്തിട്ടാണ് അച്ഛൻ പോയത്. അച്ഛനൊന്ന് പുറത്തോട്ട് പോയി. അപ്പോൾ ഈ പെട്ടി ആര് പൊട്ടിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇവർ രണ്ടാളും. സിയ കാര്യമായിട്ട് അച്ഛനെ പരുതുന്നുണ്ട്, ഷെൽഫിലും റൂമിലൊക്കെ ആയിട്ട് അച്ഛനെ പരുതുന്നുണ്ട്. പിന്നെ ഇവരുടെ ക്ഷമ പരീക്ഷിക്കാൻ നിൽക്കാതെ ചേച്ചി ഒരു സീസർ എടുത്തിട്ട് അത് ഓപ്പൺ ചെയ്യാൻ നിന്നു. ആക്ച്വലി ഇതിൻ്റെ അകത്ത് എന്താണെന്ന് ഏകദേശം എനിക്കറിയാം, പക്ഷെ ഇത്രയും വർഷം പെട്ടി പൊട്ടിച്ചതിൽ നിന്ന് ഒരു വെറൈറ്റി പൊട്ടിക്കലാണിത്. കാരണം ഇതുവരെ ദുബായിലോട്ട് എക്സ്പോർട്ട് ചെയ്യാത്ത സാധനങ്ങളാണ് ചേച്ചിയും അവളുടെ ഹസ്ബൻഡും കൂടിയിട്ട് ഇതിൽ എത്തിയിട്ടുള്ളത്. ഇതിൽ കാണുന്ന ഓരോ ഐറ്റംസും ഞാൻ 1 by 1 പറഞ്ഞു തരാം. ഇതുപോലെ നിങ്ങളും ഇങ്ങനെയുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഫസ്റ്റ് കണ്ടത് അത് ക്രാബാണ്, ഫ്രഷ് ക്രാബ് പുഴുങ്ങി കൊണ്ടുവന്നതാണ്. പിന്നെ കണ്ടത് പച്ചമാങ്ങ ഉണക്ക്, ഇത് പച്ചപ്പുളിയാണ്, നമ്മുടെ കറിയിലൊക്കെ യൂസ് ചെയ്യുന്ന പച്ചപ്പുളി. ഇത് പിക്കിള്, പിന്നെ പേരയ്ക്ക. ഇത്രയും വർഷം പെട്ടി പൊട്ടിച്ചതിൽ വെച്ച് എൻ്റെ അനുഭവത്തിൽ വെച്ച് ഇതാ ഫസ്റ്റ് അനുഭവമാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. അമ്മാതിരി വെറൈറ്റി ഐറ്റംസ് ആണ് അവൾ ഇതിലേക്ക് പാർസൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം. കാരണം ഇത് കണ്ടു നോക്ക്, ഇത് എഗ്ഗാണ്, നമ്മുടെ കാടൻ കോഴിയുടെ എഗ്ഗാണ് കൊണ്ടുവന്നത്. 2 പാത്രത്തിലായിട്ട് അവൾ എഗ്ഗ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതും എഗ്ഗാണ്. അങ്ങനെ വെറൈറ്റി ഓഫ് ഐറ്റംസ് ആണ് ഇത്തവണ അവൾ കടലും കടത്തിയിട്ട് ഇങ്ങോട്ട് എത്തിച്ചത്. നമുക്ക് വേണ്ടുന്ന സാധനത്തിൻ്റെ ലിസ്റ്റൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതൊന്നും ലിസ്റ്റിൽ പെടാത്ത ഐറ്റംസ് ആണ്, നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന ഐറ്റംസ് ആണ്. അങ്ങനെ ചോളം, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും കൂടാതെ എൻ്റെ ഇൻലോസിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഒരു കെട്ട സാധനം, പിന്നെ ചേച്ചിയുടെ ഇൻലോസിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനം, അങ്ങനെ അവരുടെ വകയും നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ലഗേജ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഏകദേശം 11-11:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഇവരുടെ ഉറക്കത്തിൻ്റെ സമയം 12 അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇവരോട് ഉറങ്ങാൻ പറയാനുള്ള സമയം ആയിട്ടില്ല. അങ്ങനെ ലഗേജ് പൊട്ടിച്ചിട്ട് അവർക്കുള്ള സാധനം വെയിറ്റിങ്ങിലാണ് അവർ രണ്ടാളും. നമുക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ട് അറിയില്ലായിരുന്നു ഇവർക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, നമ്മൾ വെറുതെ പറ്റിച്ചാണ്. പക്ഷെ അവർ കാത്തിരുന്ന പോലെ അവസാനം അവർക്കുള്ള സാധനം അതിലുണ്ടായിരുന്നു. 2 പേർക്കും സെയിം ടോയ്സ്, A to Z 1 to 10 എന്നുള്ളൊരു ടോയ്സ് അവർക്ക് വേണ്ടിയിട്ട് ഇതിൽ ചേച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ സാധനം കിട്ടിയപ്പോൾ അവർ രണ്ടാളും എസ്കേപ്പ്, അവർ രണ്ടാളും ഹാപ്പിയായി. മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടാൾക്കും ഒരേ സാധനം കൊണ്ടുവന്നുകൊണ്ട് അവർ അടി കൂടാതെ അവരവരുടെ സാധനം എടുത്തിട്ട് പോയി. ഇനിയിപ്പോൾ രണ്ടാൾക്കും ഇത് മതി, രാത്രി ഉറങ്ങുന്നത് വരെ ഇത് മതി. അങ്ങനെ റൂമിലെത്തിയിട്ട് സിയ ബേബി ഉറങ്ങുന്നത് വരെ ഈ ഒരു ടോയ്സ് വെച്ചുകൊണ്ടാണ് കളി. അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവർക്ക് ടാറ്റ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ.